സൗദി അറേബ്യയിൽ ശക്തമായ കാറ്റും കനത്ത മഴയും പലയിടങ്ങളിലും വെള്ളപ്പൊക്കം. വരുന്ന വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. റിയാദ്, ഹൈൽ, അൽ ഖസിം, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ അതിർത്തികൾ, മക്ക, മദീന എന്നിവിടങ്ങളിൽ മഴ തുടരുകയാണ്. മക്ക മേഖലയിൽ വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴവർഷത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. തായിഫ്, നൈസൻ, അദം, അൽ അർദിയാത്ത്, അൽ മുവായ്, കുർമ, റാനിയ, തുറുബ, ബഹ്റ, അൽജും, അൽ ഖുലൂസ് ഗവർണറേറ്റുകളിലും ഇതേ കാലാവസ്ഥ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻഡോമെന്റ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ലൈസൻസ് നൽകുന്നതിനും അബുദാബിയിൽ പുതിയ നിയമം. അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് എൻഡോമെന്റ് ആൻഡ് മൈനേഴ്സ് ഫണ്ട് മാനേജ്മെന്റ് അതോറിറ്റി അഥവാ ഔക്കാഫുമായി സഹകരിച്ചാണ് ഇതിനുള്ള പുതിയ പ്രമേയം പാസാക്കിയത്. എൻഡോമെന്റ് കമ്പനികളുടെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമുള്ള നിയമപരമായ നില, അനുവദനീയമായ പ്രവർത്തനങ്ങൾ, ലൈസൻസിംഗ് ആവശ്യകതകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തത നൽകുന്നതാണ് പുതിയ പ്രമേയമെന്ന് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് അറിയിച്ചു. ദുബായിൽ പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ ഇന്നു മുതൽ വേരിയബിൾ പാർക്കിംഗ് താരിഫ് നിലവിൽ വന്നു. ഇതനുസരിച്ച് പൊതുപരിപാടികൾ നടക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ പോലെയുള്ള പ്രധാന ഇടങ്ങളിൽ ഇനി മുതൽ മണിക്കൂറിന് 25 ദിർഹം പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും. ഇവന്റ് നടക്കുന്ന സമയങ്ങളിലാണ് പുതിയ നിരക്ക് ബാധകമാകുന്നത്. മറ്റു സമയങ്ങളിൽ പാർക്കിംഗ് ഫീസിൽ മാറ്റമുണ്ടായിരിക്കുന്നതല്ലെന്നും അധികൃതർ അറിയിച്ചു. ഷാർജ ആസ്ഥാനമായുള്ള ബജറ്റ് എയർലൈനായ എയർ അറേബ്യയുടെ സൂപ്പർ സീറ്റ് വിൽപ്പനയ്ക്ക് ഇന്നു മുതൽ തുടക്കം കുറിച്ചു. 129 ദിർഹം മുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് ഈ വിൽപ്പനയിലൂടെ യാത്രക്കാർക്ക് നൽകുന്നത്. ഇന്നു മുതൽ മാർച്ച് 2 വരെയാണ് വിൽപ്പന നടക്കുന്നത്. വരുന്ന സെപ്റ്റംബർ 1-നും 2026 മാർച്ച് 28-നും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ അവസരം ലഭിക്കുന്നത്. 5 ലക്ഷം സീറ്റുകളാണ് ഡിസ്കൗണ്ട് നിരക്കിൽ വിൽക്കുന്നത്. കേരളം ഉൾപ്പെടെ 100 ഇടങ്ങളിലേക്കാണ് എയർ അറേബ്യ സർവീസ് നടത്തുന്നത്. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ദുബൈയിൽ ഇന്ന് 24 കാരറ്റ് ഗ്രാമിന് 349 ദിർഹം 50 ഫിൽസാണ് വില. 22 കാരറ്റ് ഗ്രാമിന് 325 ദിർഹവുമായി വില വർദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇടിവ് രേഖപ്പെടുത്തിയ വിലയാണ് പിന്നെയും വർദ്ധിച്ചത്. സൗദി അറേബ്യയിൽ പുതിയ തൊഴിൽ നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തൊഴിലുടമകൾ താമസം, യാത്രാ സൗകര്യം എന്നിവ ഏർപ്പെടുത്തണം. തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതിന് 60 ദിവസം മുമ്പേ തൊഴിലുടമ നോട്ടീസ് നൽകിയിരിക്കണം. തൊഴിലാളിയാണ് കരാർ അവസാനിപ്പിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് 30 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം. തുടങ്ങി തൊഴിലാളികൾക്ക് അനുകൂലമായ നിരവധി നിയമങ്ങൾ അടങ്ങുന്ന ബില്ലാണ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരികൾക്ക് 12 ആഴ്ച പ്രസവാവധി നൽകണമെന്നും ഓവർ ടൈം ജോലിക്ക് തൊഴിലാളിയുടെ അനുമതി പ്രകാരം മറ്റൊരു ദിവസം അവധി അനുവദിക്കണമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എഴുത്തുകാരനും കലാ സാംസ്കാരിക ആത്മീയ മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ബിജു ജോസഫ് കുന്നുംപുറം അന്തരിച്ചു. 52 വയസ്സായിരുന്നു. തൊടുപുഴ സ്വദേശിയായ ബിജു ജോസഫ് പ്രവാസി എഴുത്തുകാർക്കിടയിൽ ഏറെ പ്രിയങ്കരനായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അജ്മാനിലെ ഷെയ്ഖ് ഖലീഫ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ ഈസിഖു മജീദിന്റെ ഉടമസ്ഥതയിലുള്ള നൂർ അൽ ഊദ് പെർഫ്യൂം കമ്പനി മുഹമ്മദ് യൂസഫ് ബഹ്സൂരിയൻ കമ്പനിയുടെ ചെയർമാൻ മുഹമ്മദ് യൂസഫ് ബഹ്സൂരിയൻ ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനോദ്ഘാടനം ദുബായ് DCL അംഗം മുഹമ്മദ് അലി നിർവഹിച്ചു. ദുബായ് കരാമയിലെ ഷെയ്ഖ് ഹംദാൻ കോളനിയിലെ ഷോറൂമിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഭരണവർഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളുടെയും പീഡനങ്ങളുടെയും ദുർഗതിയിൽ നിന്നും മുസ്ലിം സമുദായത്തെ കരകയറ്റാൻ പൂർവ്വസൂരികൾ ദീർഘവീക്ഷണത്തോടെ ബീജാവാപം നൽകിയതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് മുതിർന്ന രാഷ്ട്രീയ ചരിത്രകാരനും പ്രഭാഷകനുമായ MC വടകര ദുബായ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലൊടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ PH ആയിഷ ഭാനു മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അനീഫ പുതുപറമ്പ്, ചെമ്മുക്കൻ യാഹുമോൻ, KPA സലാം, PV നാസർ, R ഷുക്കൂർ, ബാബു എടക്കുളം, AP സഫിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷെരീഫ് പരബാർക്കറത്തും AP നൌഫൽ സ്വാഗതവും CV അഷ്റഫ് നന്ദിയും പറഞ്ഞു.